വല്യമ്മമാര് കൊച്ചു മക്കളെ പാളയിൽ കിടത്തി കുളിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എണ്ണയൊക്കെ തേച്ച് തലയൊക്കെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്ത് കണ്ണും മുഖവും മൂക്കും എല്ലാം ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുത്ത് ഒത്തിരി സമയമെടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ഒരു രൂപത്തിലൊക്കെ ആയിത്തീർന്നത് ഇങ്ങനെയൊക്കെ നമ്മളെ കുളിപ്പിച്ചും പരിപാലിച്ചും കൊണ്ടുവന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ മോൾഡ് ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. പുതിയ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. രൂപമില്ലാത്തവയ്ക്ക് രൂപം നൽകുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം. ഇന്ന് നാം പഠിക്കുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. രൂപമില്ലാത്തവയ്ക്ക് രൂപം നൽകുന്ന ദൈവത്തിൻ്റെ ചൈതന്യം, രൂപമുള്ളവയ്ക്ക് പുതുജീവൻ നൽകുന്ന, പുത്തൻ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിത മേഖലകളെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മളിലേക്ക് പകർന്നു നൽകുന്ന അഭിഷേക വചനം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട് പെയിൻ്റ് അടിച്ച് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീടൊന്ന് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇതാ, പെയിൻ്റ് അടിക്കുന്ന ജോലിക്കാർ വരുന്നു, അവർ വീടൊക്കെ ഇതാ വെള്ളമൊഴിച്ച് കഴുകുന്നു. ഭിത്തികളിലുള്ള കറകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് അത് ഉരച്ച് കളയും. പ്രിയമുള്ളവരെ, അതിനുശേഷം പെയിൻ്റ് അടിച്ച് വളരെ മനോഹരമായ ഒരു പുത്തൻ വീട് പോലെ നമ്മുടെ വീടായിത്തീരും. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മോൾഡ് ചെയ്യും. ക്രമീകരിക്കേണ്ട മേഖലകളെല്ലാം വിശുദ്ധീകരിച്ച് ഒരു പുതു ചൈതന്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കും. ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വചനമൊക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലേ? പ്രത്യേകമായിട്ട് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഈ 50 ദിനങ്ങൾക്കുള്ളിൽ വായിച്ചു തീർക്കണം ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒരു പുതിയ തലത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം ഒന്ന് മനസ്സിലോർക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ലോക സമാധാനത്തിന് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഭീഷണികളുള്ള സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടവർ അവിടെയുണ്ട്, ജോലി മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവരെല്ലാവരും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സംരക്ഷണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.